ISM സംഘടിപ്പിച്ച ഈ ഖുർആൻ സെമിനാറിൽ അതുപോലെ തന്നെ വെളിച്ചം ക്വിസ് മത്സരവുമുണ്ട്. ഇവിടെ നിയമം, നീതി, ഇസ്ലാം, നിയമത്തോടും നീതിയോടുമുള്ള ഇസ്ലാമിക സമീപനം ഖുർആൻ്റെ വെളിച്ചത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഈ സന്ദർഭത്തിൽ ഏറെ പ്രസക്തമാണ്. ആഗോള തലത്തിലും ദേശീയ തലത്തിലും നമ്മുടെ നാട്ടിലും പ്രാദേശികമായുമൊക്കെ നീതിരാഹിത്യം വല്ലാതെ കളിയാടുന്ന ഒരു കാലമാണ്. നിയമങ്ങൾ ഓരോരുത്തരുടെ കൺകോണുകളിലൂടെ തങ്ങൾക്ക് ആവശ്യമുള്ളത് പ്രകാരം വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ കാലത്ത് നീതിബോധവും എല്ലാവരും നിയമത്തിന് മുമ്പിൽ സമന്മാരാകുന്ന നിയമവ്യവസ്ഥതയും സംബന്ധിച്ച് ചെറുതും വലുതുമായ ചർച്ചകൾ വളരെയേറെ ഉയർന്നു വരേണ്ട ഒരു കാലമാണ്. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു മതരാഷ്ട്രമല്ല, ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. ഇവിടെ എല്ലാ മതത്തിലും പെട്ടവരുണ്ട്, ഭൂരിപക്ഷങ്ങളും ഉണ്ട്, ന്യൂനപക്ഷങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസൃതമായ നിയമവ്യവസ്ഥയാണ്. അപ്പോൾ ഇസ്ലാമിക നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് അത് ഖുർആനിനും സുന്നത്തിനും അനുസൃതമായി ഉണ്ടാക്കിയ ശരീഅത്ത് നിയമമാണ്. അത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലാണ് അത് നടപ്പാക്കാൻ സാധിക്കുക. അങ്ങനെ നടപ്പാക്കാനും പറ്റും. എന്നാൽ മതേതര സമൂഹങ്ങളിൽ മതേതര നിയമ നീതിന്യായ വ്യവസ്ഥകളാണ് നടപ്പാക്കേണ്ടത്. പക്ഷെ ഇന്ന് നമുക്കറിയാം, പരസ്യമായി നീതി ലംഘിക്കുകയും നീതിക്കെതിരായ അട്ടഹാസങ്ങൾ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ അധിനിവേശം, ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യക്കുരുതി, ഇതൊക്കെ സംബന്ധിച്ച് നീതി എവിടെയാണ്? ഏത് നിയമം ആണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്? സത്യത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണിതൊക്കെ. നമ്മൾ കാണുന്നത് വളരെ വ്യക്തമായ നീതി നിഷേധമാണ്. ഐക്യരാഷ്ട്രസഭ പോലും ഇടപെട്ടുണ്ടാക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ, തീരുമാനങ്ങൾ കാറ്റിൽ പറത്തി മനുഷ്യക്കുരുതി ഒരു നിയമലംഘകരായ രാജ്യം നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ലോകത്തിൻ്റെ പല സംഗതികളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ അനാവശ്യമായ ഇസ്ലാമോ ഫോബിയ സൃഷ്ടിച്ച് നീതി പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്. ഒരു വിഭാഗത്തിൻ്റെ കാര്യം വരുമ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ദേശീയ തലത്തിലേക്ക് വന്നാൽ ആ നീതിയും നിയമവും ഒക്കെ എത്രമാത്രം ലംഘിക്കപ്പെടുന്നുണ്ടെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. വംശഹത്യകൾ പോലും ആസൂത്രിതമായി നടപ്പാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ അത് ചെയ്തവരൊക്കെ ഇന്നും രാജ്യത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നെളിഞ്ഞ് നടക്കുകയാണ്. അവരുടെ നിയമത്തിന് അവരെ തൊടാൻ സാധിച്ചിട്ടില്ല. വലിയ വംശഹത്യകൾ, നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് ഭവനരഹിതരാക്കി, കവർച്ചയ്ക്ക് വിധേയമാക്കി, സ്ത്രീകളെ അപമാനിച്ചു. അങ്ങനെ ഉള്ള എല്ലാ കൊടും ക്രൂരതകൾ ചെയ്തവർ നടപ്പാക്കിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരെയൊന്നും നിയമത്തിന് തൊടാൻ സാധിച്ചിട്ടില്ല. അതുപോലുള്ള ഒട്ടനവധി സംഗതികൾ. അപ്പോൾ നമ്മളെല്ലാവരും കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതാണ് ബാബരി മസ്ജിദ് തകർത്തത്. ആരെയെങ്കിലും ശിക്ഷിച്ചു? ആരുടെയെങ്കിലും പേരിൽ നടപടി ഉണ്ടായോ? അപ്പോൾ നീതി ഓരോരുത്തർക്കും അവനവൻ്റെ താല്പര്യത്തിന് വേണ്ടിയുള്ളതാണ്. നിയമം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിഷ്പക്ഷമായ നീതിയും നിയമവും നമ്മുടെ നാട്ടിലും നടപ്പാകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ ഓരോ സംഗതികളും ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ
പല കാര്യങ്ങളിലും അത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ, മതേതരത്വ വിരുദ്ധ, നീതിരഹിതമായ ഒട്ടനവധി സംഗതികൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിലൊന്നും അത് ചോദ്യം ചെയ്യപ്പെടുന്നവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇസ്ലാമികമായ വീക്ഷണത്തിൽ നമുക്കറിയാം അതിനെക്കുറിച്ച് വളരെ വലിയ വിമർശനങ്ങളുണ്ട്, അത് ശരിയാണ്. പക്ഷെ വിമർശനങ്ങളുണ്ടെങ്കിലും ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശിക്ഷാവിധികൾ, അതിന് അതിൻ്റേതായ ലോജിക്കുണ്ട്. പക്ഷെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ അതിനെതിരെ വലിയ എതിർപ്പുണ്ടാവും. കൊലയാളിയെ തിരിച്ച് അയാൾക്ക് കൊലപാതകമാണ് അയാൾക്കുള്ള ശിക്ഷ, കട്ടവൻ്റെ കൈ മുറിക്കലാണ്. അതുപോലെ ഓരോ സംഗതികൾക്കും ഇസ്ലാമിക നിയമവ്യവസ്ഥിതിയിൽ, ക്രിമിനൽ നിയമവ്യവസ്ഥിതിയിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഇസ്ലാമിക സമൂഹത്തിൽ മാത്രമാണ് ബാധകമാകുന്നത്. അതുപോലെ തന്നെ സിവിൽ നിയമങ്ങളിലും ഇസ്ലാമിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ സക്കാത്ത് അതൊരു കൃത്യമായ നിർദ്ദേശമാണ്, അത് നിയമമാണ്. അത് ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ സക്കാത്ത് പിടിച്ചെടുക്കും. അത് ഓരോ സംഗതിക്കും ഒരേപോലെയാണ്, എല്ലാത്തിനും ഒരുപോലെയല്ല. നനച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് സക്കാത്ത് വിഹിതം കുറയും. നനക്കാതെ വെറുതെ കിട്ടുന്നതാണെങ്കിൽ, മഴ പെയ്ത് മുളച്ചുണ്ടാകുന്നതാണെങ്കിൽ അത് പടച്ചോൻ വെറുതെ ദാനം തരുന്നതാണ്. മറ്റതും പടച്ചോൻ്റെ ദാനം തന്നെയാണ്. അധ്വാനിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അത് ദൈവികമായ ഒരു അനുഗ്രഹമാണ്. എല്ലാവർക്കും ആ ആരോഗ്യം ഉണ്ടാകണില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. നനച്ചുണ്ടാക്കിയാൽ ഇത്ര, നനക്കാതെ ഉണ്ടാക്കിയാൽ ഇത്ര, വളരെ അധ്വാനം കുറഞ്ഞ് കിട്ടുന്ന സമ്പത്താണെങ്കിൽ അതിൽ നിന്ന് ഇത്ര. അപ്പോൾ സക്കാത്തിന് നിയമവ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമികമായി ഇസ്ലാമിലെ ഒരു നിയമവ്യവസ്ഥ ഏറെ വിമർശിക്കപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിലെ അനന്തരാവകാശമാണ്. അതായത് പിന്നെ ഒരു സ്ത്രീക്കുള്ളതിൻ്റെ ഇരട്ടി ഓഹരിയാണ് ഒരു പുരുഷന് ഉള്ളത്. പലപ്പോഴും അത് വിമർശിക്കപ്പെടാറുണ്ട്. പിന്നെ ഇസ്ലാമികൽ അനന്തരാവകാശം വരുന്നത് അതിന് ചില നിയമങ്ങളുമുണ്ട്. അപ്പം അത് ഖുർആൻ്റെ കൽപ്പനകൾക്കനുസരിച്ചാണ് സത്യത്തിൽ ആ നിയമവ്യവസ്ഥ ഉണ്ടായിട്ടുള്ളത്. നമ്മളുടെ ഇന്നത്തെ ഭൗതിക കണ്ണുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് നോക്കുമ്പോൾ അതിൽ ചില പോരായ്മകളോ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടത്, ഒരു പുരുഷന് 2 ഓഹരി കൊടുക്കുമ്പോൾ എല്ലാ ചുമതലകളും പുരുഷനിലാണ്, സ്ത്രീക്ക് ചുമതലകളില്ല, ഉത്തരവാദിത്തങ്ങളില്ല. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ തീർച്ചപ്പെടുത്തിയത്. വാപ്പാൻ്റെ സ്വത്ത് പുരുഷനും സ്ത്രീക്കും, സഹോദരനും സഹോദരിക്കും കൊടുക്കുമ്പോൾ 2 ഓഹരി പുരുഷന് കൊടുക്കുമ്പോൾ പുരുഷനോട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പറയുന്നുണ്ട്. നീ ഇന്നതൊക്കെ ചെയ്യണം എന്ന കൽപ്പനകളുണ്ട്. എന്നാൽ സ്ത്രീക്ക് അങ്ങനത്തെ യാതൊരു ഉത്തരവാദിത്തങ്ങളും സ്ത്രീയിൽ നിയമപരമായി, വിശ്വാസപരമായി ഭരമേൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിലുണ്ടാകുന്ന വ്യത്യാസം. പിന്നെ ഇതിലൊക്കെ നീതിബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇതിനൊരു പൊതു നിയമം വെക്കുമ്പോൾ ഉണ്ടാകുന്ന ചില വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഈ വല്യപ്പാൻ്റെ സ്വത്ത് മകൻ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മകൻ്റെ മക്കൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പോരായ്മയായിട്ട് പറയാറുണ്ട്. പക്ഷേ നീതിബോധമുള്ള വല്യപ്പാക്ക് എൻ്റെ മരണപ്പെട്ടു പോയ മകൻ്റെ കുട്ടികൾ അവർ പിന്നെ അനാഥരാവരുത്, അവർക്ക് വേണ്ട സംരക്ഷണം കിട്ടണം എന്ന നീതിബോധം ആ വല്യപ്പ പ്രകടിപ്പിക്കണം. വല്യപ്പാൻ്റെ ഈമാൻ അവിടെയും കാണണം, അവിടെ അലസമായി നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിനൊന്നും ഒരു തെറ്റുമില്ല, അങ്ങനെ ആ നീതിബോധത്തോടു കൂടി തന്നെ ചെയ്യാം. പക്ഷെ ഇതൊരു പൊതു നിയമമാണ്. ഒരാൾ മരണപ്പെടുമ്പോൾ മാത്രമാണ് അയാളുടെ സ്വത്തുക്കളിൽ അനന്തരാവകാശികളിലേക്ക് വരുന്നത്. അതാണ് ഇസ്ലാമിക നിയമത്തിൻ്റെ വ്യവസ്ഥ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള, ഞാനിതിലൊന്നും പിന്നെന്താ പറയുക,
ഒരു എക്സ്പേർട്ടല്ല. ഞാൻ ഇവിടെ അത് തയ്യാറാക്കി വന്നിട്ടുള്ള അവതരിപ്പിക്കലുമല്ല. ഞാനിവിടെ വന്നപ്പോൾ വിഷയം ഇതാണെന്ന് കേട്ടപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിലുള്ള ചില ചിതറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇതിലൊക്കെ കൃത്യമായി പഠനം നടത്തി പരീക്ഷണം നടത്തി ഉള്ള എക്സ്പേർട്ടുകൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകാം. ഒരു പക്ഷേ ഈ സ്റ്റേജിലും ഉണ്ടാകാം. വിഷയം ഇതായതുകൊണ്ട് അത് തയ്യാറായിട്ടാവുമല്ലോ വന്നിട്ടുണ്ടാകുക. അപ്പോൾ അവരൊക്കെ ഇത് അവതരിപ്പിക്കും. ഇതിൽ ഈ ഇസ്ലാമിക വിവാഹ നിയമവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളൊക്കെ വന്ന സമയത്ത് അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നതിന് എന്തിനാണ് നിങ്ങളിങ്ങനെ എതിർക്കുന്നത്, പ്രതിഷേധിക്കുന്നത്? ശരീഅത്ത് നിയമം വന്നൊരു സമയമുണ്ടായി. ശരീഅത്തിനെതിരായി സുപ്രീം കോടതിയിലൊരു വിധിയുണ്ടായി. അപ്പോൾ ആ ശരീഅത്തിന് അനുസൃതമായി അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വലിയ ബഹളങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അപ്പോൾ അന്ന് ഈ ജീവനാംശവുമൊക്കെയായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിലുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ഒരു തലാക്ക് ചൊല്ലിയ ഭാര്യക്ക് ഭർത്താവ്, മുൻ ഭർത്താവ്, തലാക്ക് ചൊല്ലിയ പിന്നെ ഭർത്താവല്ലല്ലോ, മുൻ ഭർത്താവായി, മുൻ ഭർത്താവ് അയാളുടെ സ്റ്റാറ്റസിനനുസരിച്ച്, അയാളുടെ വരുമാനത്തിനനുസരിച്ച് ഒരു വിഹിതം കൊടുത്ത് അവളെ സന്തോഷിപ്പിച്ച് ആ ബന്ധം വേർപ്പെടുത്തണം. ഇതാണ് ഖുർആന്റെ കൽപ്പന. പക്ഷെ ഷാബാനു ബീഗം കേസിലുണ്ടായത് എന്താ വെച്ചാൽ, കോടതി പറഞ്ഞു വിവാഹമോചിതയായ ഭാര്യക്കും മുൻ ഭർത്താവ് അവരുടെ മരണം വരെ ചെലവിന് കൊടുക്കണം. അപ്പം അതിൽ സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കുന്നതിന് ഇസ്ലാം എതിരായതുകൊണ്ടോ ഇവിടുത്തെ മുസ്ലിം നേതൃത്വം എതിരായതുകൊണ്ടോ അല്ല, മറിച്ച് അത് ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണ്. അത് ബനാത്ത് വാല സാഹിബ് അന്ന് പാർലമെന്റിൽ പറഞ്ഞ പോലെ ഇത് ഖുറാനിക് ഇഞ്ചക്ഷൻ എതിരാണ്, ഇസ്ലാമിൻ്റെ കൽപ്പനകൾക്കെതിരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. അല്ല, സ്ത്രീകൾക്ക് അന്ന് ഈ ഷമീം അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന പ്രമുഖൻ അയാളുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് 150 ഉറുപ്പ്യൻ്റെ കേസാണ്. പക്ഷേ അതാണ് അതിലുണ്ടായിരുന്ന വിധി. പക്ഷെ 150 ഉറുപ്പ്യ കൊടുക്കുന്നതല്ല പ്രശ്നം. ഇസ്ലാം അങ്ങനെയല്ല പറയണത്. എങ്ങനെ പറയണത്? ഭാര്യയെ ഒരു സ്ത്രീ, അതും അനിവാര്യമായ ഘട്ടത്തിലെ വിവാഹമോചനം പാടുള്ളൂ. തോന്നും പോലെ കെട്ടുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന ഇസ്ലാമല്ല. വളരെ അനിവാര്യമായ ഘട്ടത്തിൽ അതിൽ പറയുന്നത് അള്ളാഹു ഏറ്റവും